ഇന്ന് നല്ല ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്റ്റാർട്ടറാണ് കേട്ടോ. നല്ല സോസിലൊക്കെ കുളിപ്പിച്ചെടുത്തിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു സ്റ്റാർട്ടറാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ചെറിയ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഒറിഗാനോ, പിന്നെ പെപ്പർ, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലെക്സ് ആണ് കേട്ടോ, അത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ പീസും മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലെക്സിലേക്കും കൂടി ഡിപ്പ് ചെയ്തിട്ട് നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചിക്കനും നമുക്ക് ഇങ്ങനെ മുക്കി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് വേറെ പണിക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് കരിഞ്ഞു. അപ്പം അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് നോക്കി കൂടെ തന്നെ ഒന്ന് പെട്ടെന്ന് എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ശേഷം ഒരു പാനിലേക്ക് കുറച്ച് സോയാ സോസ്, പിന്നെ കുറച്ച് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹണി, ഒരു ചെറിയ മധുരം കൂടി വരുമ്പോഴും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് പയ്യെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് പയ്യെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബായ്.